ഗായ്സ്, ആക്ച്വലി സെലിബ്രേഷൻസ് ഡേയ്സ് ആണ് ഗോയിങ് ഓൺ. ആരാണ്ട് പറയുന്നിട്ട് ഞാൻ ലോട്ടറി എടുത്ത് അടിക്കുമെന്ന്. മിക്കവാറും എനിക്ക് അങ്ങനെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു സമയത്ത് സത്യത്തിൽ നിങ്ങളൊക്കെ എന്നെ ഇപ്പോൾ ജീവനോടെ കാണുന്നത് തന്നെ വലിയ കാര്യമാണ് കേട്ടോ. ഞാൻ സൂയിസൈഡിൻ്റെ വക്കിലായിരുന്നു. ആക്ച്വലി മറ്റൊന്നും കൊണ്ടല്ല, ചെയ്യാത്ത തെറ്റിന് നമ്മൾ ക്രൂശിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ, ഭയങ്കര ഭീകരമാണ്. നമ്മൾ ചെയ്തൊരു തെറ്റിനാണ് നമ്മൾ ഒരാളെന്ന് പറയണമെങ്കിൽ ഒന്നും തോന്നത്തില്ല. ചെയ്യാത്തൊരു കാര്യത്തിന് നമ്മളെ എടുത്ത് വെച്ചിട്ട് ഇറ്റ്സ് ഓക്കെ, ക്വൈറ്റ് നാച്ചുറൽ. ഞാൻ പലപ്പോഴും പലരെയും വിമർശിക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിമർശനം അനിവാര്യമായ ഒന്നാണ്. അത് ഒരാളെ മോൾഡ് ചെയ്യും, ഒരാളെ കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഇത് കൊടുക്കും. ഞാനങ്ങനെ വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വിമർശനം നല്ലതാണ് അല്ലേ? ഇപ്പം നമ്മൾ വീട്ടിൽ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എടുക്കാം. എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്താൽ എപ്പോഴും നല്ല കുഞ്ഞാ, ഏറ്റവും നല്ലതാ, ബെസ്റ്റാ എന്ന് പറഞ്ഞാൽ നന്നാവും. അതൊരു പാമ്പറിങ് കിഡായി പോകത്തില്ലേ? അതേസമയം അത് മോൾഡ് ചെയ്ത് നല്ല സ്ട്രോങ് പേഴ്സണായി മാറണമെങ്കിൽ അവരുടെ കുറ്റങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് തിരുത്തലുകൾ നടത്തണം അല്ലേ? അതാണ് വിമർശനം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. വിമർശനാതീതമായി ആരുമില്ല. ദൈവത്തിനെ പോലും വിമർശിക്കാൻ പറ്റും. ദൈവത്തിനെയാണ് തൊടാൻ പറ്റാത്തത്. മനസ്സിനെ തൊട്ടാൽ കുഴപ്പമില്ല, പക്ഷെ ദൈവത്തിനെ തൊട്ടാൽ കൃഷ്ണനാണെന്നാണ് പറഞ്ഞത്. പക്ഷെ എൻ്റെ വിഷയത്തിൽ ദൈവത്തിനെ തൊട്ടപ്പോഴൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു സൈഡിൽ നിന്നുകൊണ്ട് പലരുമൊക്കെ ബാർക്ക് ചെയ്യും. ബട്ട് വിഷയം മറ്റൊന്നുമല്ല, നമ്മളെ റോബിൻ്റെ വിഷയം തന്നെയാണ്. പാവം കുട്ടി. ആക്ച്വലി ഞാൻ പോലും അവനെ തെറ്റിദ്ധരിച്ചിരുന്നു. ദിൽഷയുടെ വിഷയത്തിൽ തെറ്റിദ്ധാരണ എൻ്റെ ഭാഗത്തായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ അതിനെതിരെ വീഡിയോ ചെയ്ത സമയത്ത് അവൻ്റെ ഒപ്പം നിൽക്കുന്ന ജെന്യുവിനായ കുറേയധികം മനുഷ്യർ വന്നിട്ട് പറഞ്ഞ് തെറ്റാണ്, നിങ്ങളതൊന്നും കൂടെ അന്വേഷിക്കണം, തീർച്ചയായിട്ടും മനസ്സിലാക്കണം, എന്നിട്ട് വീഡിയോ ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഒരുപക്ഷെ പ്രൊവോക്ക് ചെയ്യാൻ പറ്റുമവരെ കൊണ്ട് കേട്ടോ. ഈസി ആയിട്ട് വന്ന് 2 തെറി വിളിച്ചാൽ മതി, നമ്മൾ പ്രൊവോക്ക് ആവും, വീണ്ടും കുറച്ചുകൂടി എടുത്ത് വെച്ച് പറയും. ഫാൻ എങ്ങനെ ഉണ്ടാകണം, അതായത് ഫാൻസ് എങ്ങനെ ആയിരിക്കണമെന്ന് റോബിൻ ഫാൻസിനെ കണ്ടുപിടിക്കണം. അവർ തെറി പറയാറില്ല, മോശമായി പറയാറില്ല. അവർ വന്നിട്ട് അവരുടെ വിഷമം അവിടെ രേഖപ്പെടുത്താറുണ്ട് എന്നതിനപ്പുറം വേറെ ഒരാൾക്കും ഇല്ലാത്തൊരു ഫാൻ ഫെയിം റോബിനുണ്ട്. എന്താണ് ഈ കുട്ടിക്ക് ഇത്രയും അക്സെപ്റ്റൻസ് എന്ന് ഞാൻ ഒരു പ്രാവശ്യം കൗതുകത്തോടെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ അവൻ ജെന്യുവൻ ആയതുകൊണ്ട് തന്നെയാണ്. തെറ്റുകൾ ഒരുപാട് അവൻ്റെ പ്രായത്തിൻ്റേതായ രീതിയിൽ അവൻ്റെ കയ്യിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അവൻ പലപ്പോഴും മൗനമാണ് പാലിച്ചിരുന്നത്. ഇപ്പം തന്നെ റീസെൻ്റ്ലി ഈ വളിരാജിൻ്റെ കേസിൽ തന്നെ പലരും വന്നിരുന്നൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ഒക്കെ ഇടുന്നുണ്ടപ്പോൾ എനിക്ക് കോമഡി ആയിട്ടാണ് തോന്നി. കോമഡി പീസുകളോടൊന്നും പറയാനില്ല. ഒരു വ്യക്തിയെ ഇഷ്ടമില്ല എങ്കിൽ ആ വ്യക്തിയുടെ അമ്മയ്ക്ക് വിളിക്കുക, ആ അമ്മയെ അതിഭീകരമായ ആക്രമണം. ഇപ്പോൾ തള്ള ശരിയല്ല എന്ന് പറയുന്നത് വരെയൊക്കെ ഓക്കെ, അതേസമയം തള്ളയ്ക്ക് എന്തോ കടിയാണ്, എവിടെയോ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് ആ അമ്മയെ അപഹേളിക്കാവുന്നതിൻ്റെ മാക്സിമം അപഹേളിച്ചു. എന്നാൽ അതിന് തക്കവണ്ണം തെറ്റ് പയ്യൻ ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഒന്നുമില്ല. എന്തായാലും കൂട്ടുകക്ഷിക്കാരെല്ലാവരും കൂടെ ചേർന്ന് കൊടുത്ത പണിയാണെന്ന് വ്യക്തം. എനിക്കും അതിനോടനുബന്ധിച്ചൊരു പണി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൻ്റെ തീവ്രത എനിക്ക് മനസ്സിലാക്കും. എൻ്റെ ചാനലിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ ശത്രുക്കളേ ഉള്ളൂ. പക്ഷേ അത് പൊളിച്ചു കളയാനും തക്കവണ്ണമുള്ള ശത്രുക്കൾ ഉണ്ടായിരുന്നില്ല. അവർ സക്സീഡ് ആകാൻ വേണ്ടിയിട്ട് റോബിൻ്റെ ഒപ്പം നിന്നതിന് എനിക്ക് കിട്ടിയൊരു സമ്മാനം തന്നെയാണ് എൻ്റെ ചാനൽ പോയത്. ഒരു പരിധി വരെ റോബിൻ ഫാൻസിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് വിവിയാൻ ടീം എനിക്കെതിരെ കണ്ടെത്തിയ ഒരിത്. അവരെ ഞാൻ സപ്പോർട്ട് ചെയ്തു. പെൺകുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നതിനെ പറഞ്ഞ റോബിൻ ഫാൻസ് ഒന്നും വ്യത്യാസമൊന്നുമില്ല. പിന്നെ നടന്നതൊക്കെ നിങ്ങൾ കണ്ടതാണല്ലോ. ഭീകരമായ സൈബർ ആക്രമണം ഞാൻ നേരിട്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി റോബിൻ ഇതെങ്ങനെ ഓവർകം ചെയ്തു എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. പക്ഷേ ആക്ഷൻ എടുക്കേണ്ടിടത്ത് ആക്ഷൻ എടുത്തിരുന്നെങ്കിൽ ഇത്രയധികം കാലം ഇത് നീണ്ടുപോകില്ല എന്നുള്ളത് എൻ്റെ ഭാഗമാണ്. 1.5 വർഷത്തോളം ഇത് സഹിച്ചു എന്നുള്ളത് നിസ്സാരമല്ല. ഒരു കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തു എന്നൊരൊറ്റ കാരണം കൊണ്ട് തന്നെ ഒരു മനുഷ്യൻ്റെ കരിയർ നഷ്ടപ്പെടുന്ന രീതിയിൽ ഇത്രയധികം ഭീകരമായ ആക്രമണം അവൻ നേരിട്ടിട്ടുണ്ടെങ്കിൽ ഭയാനകം എന്നല്ലാതെ ഒന്നും പറയാനില്ല. കോർപ്പറേറ്റുകൾക്ക് എന്ത് സാധിക്കും എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് കോർപ്പറേറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കം. അവരുടെ പാർട്ടിസിപ്പൻസ് വളരെ ചെറുതാണ്. കൂടെ നിന്ന് കുതികാലി വെട്ടിയവരാണ് അധികവും. നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് സെലക്ട് ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യത്തിൽ ഒന്നാണ് സൗഹൃദം. പാർട്ട്ണറെക്കാൾ നമ്മുടെ സൗഹൃദങ്ങൾ വളരെ സൂക്ഷിച്ച് സെലക്ട് ചെയ്തെടുക്കണം. അവൻ എൻ്റെ ഫ്രണ്ടാണ് എന്നങ്ങ് നിസ്സാരമായിട്ട് പറയുന്നതിന് പകരം അവൻ എൻ്റെ ഫ്രണ്ടാകാൻ യോഗ്യനാണോ എന്ന് ഉള്ള രീതിയിലുള്ളൊരു പെർഫോമൻസാണ് നമ്മൾ കാഴ്ചവെക്കേണ്ടത്. ഈ കുട്ടിയുടെ എഡ്യൂക്കേഷൻ, ഈ കുട്ടിയുടെ നിലവാരം, ജീവിത സാഹചര്യത്തിന് ഒന്നിനും ചേരുന്ന സുഹൃത്തുക്കളായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ പണി കിട്ടിയത്. പ്രത്യേകിച്ച് പേപ്പട്ടി പേടിനെ പോലുള്ളവനെയൊക്കെ എങ്ങനെ ഈ കുട്ടിയുടെ സുഹൃത്തായി എന്നുള്ളത് എനിക്ക് ഭയങ്കര അതിശയമായിരുന്നു.
എത്ര ആക്ട് ചെയ്താലും ഇന്നർ മൈൻഡിലുള്ള ആ ഒരു വൃത്തികെട്ടവൻ്റെ മുഖം പുറത്തേക്ക് വരും എന്നുള്ള തെളിവാണ് പേപ്പട്ടി പേയാട്. ഞാൻ അതിശയത്തോടു കൂടി നോക്കിയ ഒരു സൗഹൃദം. റീസെൻ്റ്ലി എനിക്കും അങ്ങനെ ഒരു സൗഹൃദം വന്ന് ചേർന്നിട്ടുണ്ടായിരുന്നു. പേയാടിനേക്കാൾ വൾഗറായ വേറൊരെണ്ണം പെൺ വേർഷൻ ഉണ്ടായിരുന്നു, കടപ്പുറം കക്കൂസ്, റസീന നൗഷാദ്. അത്രയും അതിനേക്കാൾ വൾഗറായിരുന്നു. നമ്മളുടെ കയ്യിൽ നിന്ന് ഉണ്ടും ഉറങ്ങിയും തിന്നും കൂടെ നിന്നിട്ട് നമ്മുടെ കയ്യിലെ ചോറും വാരി തിന്നിട്ട് അങ്ങോട്ട് മാറി നമ്മളെ പച്ചത്തെറി പറയുന്ന വൃത്തികെട്ട സൗഹൃദം. അതിലൊന്നാണ് പേയാട്. പേയാടിൻ്റെ കള്ളത്തരം എനിക്ക് മനസ്സിലായത് എപ്പോഴെന്ന് ചോദിച്ചാൽ, എൻ്റെ അമ്മ 85 വയസ്സുണ്ട്, സീനിയർ സിറ്റിസൺ എന്നോ പോട്ടെ, അവർക്ക് തനിച്ച് മറ്റൊരാളുടെ സഹായമില്ലാതെ പുറത്തേക്ക് പോകാനോ അടുക്കളയിൽ പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയിലുള്ള ആ അമ്മ ചിക്കൻ കറി വെച്ചിട്ട് അവനെ വിളിച്ചെന്ന് പ്രോഗ്രാമിൽ. അവൻ്റെ അമ്മ നാട്ടിലുള്ള ആണുങ്ങളെ അങ്ങനെയാണ് വിളിക്കുന്നത്, മോൻ്റെ പ്രശ്നം കോംപ്രമൈസ് ചെയ്യാൻ. അപ്പം അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലാകും എത്ര ക്രൂരന്മാരാണ് ഇവന്മാരൊക്കെ. ഇവന്മാരെയൊക്കെ സൗഹൃദ വലയത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഞാൻ കുറേയധികം സൗഹൃദങ്ങളെ വേണ്ടാന്ന് വെച്ചു, അർഹിക്കുന്നില്ല എന്ന് തോന്നുന്നു. ഇത്തരം സൗഹൃദങ്ങൾ കീപ്പ് ചെയ്യുന്നവന്മാർക്കും ഒരു പണിഷ്മെൻറ്റ് നമ്മുടെ വക ഇരിക്കട്ടെ എന്നൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തു എന്നുള്ളതാണ് വസ്തുത. കാലം തെളിയിച്ചു റോബിൻ്റെ നിരപരാധിത്വം. ഒത്തിരി സമയമെടുത്തു എങ്കിൽ പോലും കൃത്യമായ ആളുകളിലേക്ക് അത് എത്തി എന്നുള്ളത് നിസ്സാരമല്ല. ഒരുപാട് പറയാനുണ്ട് കേട്ടോ. ഈ പ്രസ്തുത വ്യക്തി എന്തൊക്കെയോ പറയുന്നുണ്ട്, നിങ്ങൾക്കെല്ലാം കിട്ടിക്കാണും, അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കിട്ടിക്കണം. അത് ഞാനും കൂടെ പ്ലേ ചെയ്ത് കൂടുതൽ വൾഗറാക്കുന്നില്ല. ബട്ട് സ്റ്റിൽ കുറച്ച് ഭാഗം നമുക്കൊന്ന് കേൾക്കാം. ഇയാൾ എൻ്റെ പേരൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. വിവിയാണ് യഥാർത്ഥത്തിലുള്ള പ്രതി എന്ന് പറയുന്നു. പക്ഷെ എനിക്കങ്ങനെ തോന്നുന്നില്ല കേട്ടോ. വിവി അങ്ങനെയൊന്ന് ചെയ്താലും കൂടെ നിൽക്കുന്ന നിങ്ങൾക്കൊക്കെ മനസാക്ഷി ഇവിടെ പോയിരുന്നു. അപ്പോൾ വിവി മാത്രമാണോ പ്രതി? ഒരിക്കലുമല്ല, നിങ്ങളുമുണ്ട്. ഇപ്പോൾ ഒരാളെ തന്നെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി എനിക്കതുകൊണ്ട് ഡയലൂട്ട് ചെയ്തില്ല. നല്ല രീതിയിൽ പോകേണ്ടതായിട്ടുള്ള ഒരു കരിയർ, അല്ലെങ്കിൽ റോബിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ ആണെങ്കിലും, അതും രണ്ട് വഴിക്കായി മാറിയത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് ആ ഒരു കോൺവെർസേഷൻ മനസ്സിലാക്കാവുന്ന കാര്യം. എനിക്ക് തോന്നുന്നു ഞങ്ങൾക്കിടയിൽ നിന്ന് കളിച്ച ആ ഒരു വ്യക്തിയെ ഞങ്ങൾ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ഇതുകൊണ്ടാണ് അയാൾ അങ്ങനെ ചെയ്തതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാക്കാൻ പറ്റും. ഒരിക്കലും ചെയ്തുകൂടാത്ത കാര്യങ്ങളാണ് ആ ഒരു വ്യക്തി ഇടനിലക്കാരനായിട്ട് നിന്ന് ആ ഒരു വ്യക്തി ചെയ്തത്. വേറെ ആരുമല്ല, വിവേക് ബാബുക്കുട്ടൻ എന്ന് പറയുന്ന വിവേകാണ്. പുള്ളിക്കാരൻ ചെയ്ത പ്രവൃത്തികളൊക്കെ കേട്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഷോക്കായിട്ട് പോയി. ഏകദേശം ഒരു 1.5 ആഴ്ച കൊണ്ട് ഞാൻ പലതും കേൾക്കുന്നുണ്ട്. എൻ്റെ കരിയർ നല്ല രീതിയിൽ പോകുന്ന സമയത്ത് ഏകദേശം 3 വർഷത്തോളം ഞാൻ ഗൾഫിൽ വർക്ക് ചെയ്ത് നല്ല രീതിയിൽ പോകുന്ന ഒരു ടൈമിൽ പെട്ടെന്നൊരു കുത്താത്തി എൻ്റെ ഒരു പാഷനെ ഫോളോ ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ റിസൈൻ ചെയ്ത് നാട്ടിലോട്ട് വന്നു. അങ്ങനെ ഒരു ചാനൽ തുറന്നു വരുന്നു. അങ്ങനെ എൻ്റെ കൂടെ സഹകരിക്കുന്ന പല വ്യക്തികളെയും എന്നിൽ നിന്നും വേർതിരിച്ച് വിട്ട് അവനിലോട്ട് അടുപ്പിക്കാനാണ് ഞാൻ ഓർമ്മ കാലം തൊട്ടേ കണ്ടുവരുന്ന ഒരു സംഭവം അതാണ്. അതിന് ഇങ്ങനൊരു സംഭവം എന്തുകൊണ്ടാണ്, ഇതിൻ്റെ ഒരു ഔട്ട് എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞാനുമായിട്ട് ക്ലോസ് ആയിട്ടുള്ള ആളുകൾ ഇവനുമായിട്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടി ഇവൻ പറഞ്ഞ് നമ്മളെ തമ്മിൽ തല്ലിക്കുന്നതാണ് ഇവൻ്റെ ഒരു പ്രകൃതം. അത് കുഞ്ഞുനാൾ തൊട്ടേ കണ്ടുവരുന്ന ശീലമാണ്. ഇവൻ്റെ ഇരകളായിട്ടുള്ള ആളുകളിൽ ഏറ്റവും പ്രധാന കഥാപാത്രം ഞാനാണ്. കാര്യം പറഞ്ഞാൽ റോബിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നുണ്ട്. റോബിൻ തന്നെ പറയുന്നുണ്ട് ആ ഒരു ഫേക്ക് അലിഗേഷൻ, ആ ഒരു ഫ്ലാറ്റിൽ പോയ സംബന്ധിച്ചുള്ള ഫേക്ക് അലിഗേഷൻ എന്തുകൊണ്ടുണ്ടായി, ഇവൻ പറഞ്ഞു കൊടുത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ അവൻ ഈ കാണിച്ചത് ശരിക്കും തന്തയില്ലായ്മയാണ്. അവൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. റോബിനാണെങ്കിലും ജാസ്മിനാണെങ്കിലും എല്ലാം, ഷബീന ബീബി ആണെങ്കിലും, അല്ലെങ്കിൽ അങ്ങനെ കുറേ പേര് ഇവൻ്റെ ഇരകളായിട്ടുണ്ട്. ഇങ്ങനെ പല കഥാപാത്രങ്ങൾ മാറി വരുന്നുണ്ട്. അപ്പോൾ റോബിൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു, ഞാനും ഇതൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു. ഞങ്ങൾ അന്നേ ഇങ്ങനെയൊന്നും ഇരുന്ന് സംസാരിച്ചായിരുന്നെങ്കിൽ തീരാവുന്ന പ്രശ്നങ്ങൾ വലിയ രീതിയിൽ വലിച്ചടക്കപ്പെട്ടു, അത് സോഷ്യൽ മീഡിയയിൽ എൻ്റെ ഫാമിലിയെ. അപ്പോൾ ഞാൻ റോബിനെതിരെ ഓരോ വീഡിയോകളും അല്ലെങ്കിൽ അതിൻ്റെ പല കാര്യങ്ങളും ചെയ്യുന്നത് എപ്പോഴും എന്നിൽ ഇൻജക്ട് ചെയ്ത് വെക്കും. റോബിൻ അത് ചെയ്തു, ഇത് ചെയ്തു, നിൻ്റെ അമ്മ മുറ്റത്ത് കിടന്ന് കരഞ്ഞ് നെഞ്ചത്തടിച്ച് കരഞ്ഞത് ഓർമ്മയുണ്ടോ, ആ അമ്മ വീണ്ടും കരയണമെന്നാണ് റോബിൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. അല്ലെങ്കിൽ നിൻ്റെ അച്ഛൻ മരിച്ചു പോയി, നിൻ്റെ അച്ഛനെക്കുറിച്ച് അവൻ എന്താ പറഞ്ഞത് നിനക്കറിയാമോ എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മളെ അത്രത്തോളം നമ്മളെ ഉള്ളിലോട്ട് വിഷം ഇഞ്ചക്ട് ചെയ്ത് വെച്ച് ഞാൻ റോബിനെതിരെ പല കാര്യങ്ങളും പറഞ്ഞ് പബ്ലിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈവൻ ഷാൽച്ചേട്ടൻ്റെ അടുത്തായിട്ട് ഷാൽച്ചേട്ടനും റോബിൻ തമ്മിൽ എന്തോ പ്രശ്നം പോലും എനിക്കറിയില്ല. അതിൻ്റെ ഉള്ളിൽ കളിച്ച മൊത്തം വിവിയാണ്. കാര്യം ഷാൽച്ചേട്ടന് ആർട്ടിക്കിളും പാട്ടും ഒക്കെ പറഞ്ഞ് ഷാൽച്ചേട്ടനെ കൊണ്ട് കരയിപ്പിച്ച് വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞ് കൊടുത്തത് വരെ വിവിയാണ്. റോബിൻ ചെയ്ത കാര്യങ്ങളല്ലാതെ. അതുപോലെ തന്നെ ഷാൽച്ചേട്ടൻ ചെയ്ത പല കാര്യങ്ങളും ചുക്കാൻ പിടിച്ചത് വിവിയാണ്. അങ്ങനെ പല ആളുകളുടെയും ലൈഫിൽ ഇവൻ ചെയ്ത് കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ തന്തയില്ലായ്മ കാണിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതുകൊണ്ട് ഇവൻ എന്തോ ഉദ്ദേശിക്കുന്നത്. കാര്യം പറഞ്ഞാൽ ഇവൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളാണ് ഇതെല്ലാം, ഞാൻ ഉൾപ്പെടെ. ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച വരെ ഇവനായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇവൻ എന്നെ വിളിച്ചത് അജിൻ്റെ കാര്യം പറയുന്നത്. അജിൻ റോബിനെ കെട്ടിപ്പിടിച്ച് വീഡിയോ നീ കണ്ട അവൻ തന്തയില്ലായ്മയിൽ കാണിച്ച അതായതാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ എനിക്ക് അതിൻ്റെ അടുത്ത് ദേഷ്യം വന്നു. കാര്യം അങ്ങനെയാണ് ഇവൻ ഓരോരോ ആളുകളെ നമ്മളിൽ നിന്നും അകറ്റി അവനോട് അടുപ്പിക്കാൻ നോക്കുമ്പോൾ ആ അടുക്കുന്ന വ്യക്തികളുടെയും ജീവിതം നശിപ്പിച്ച് ചോര പിടിച്ചുകൊണ്ടിരിക്കുന്ന പ്രവണതയാണ് ഇവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം ജാസ്മിനെ ഏതോ ഒരു ടൈമിൽ ഇവൻ്റെ അടുത്ത് പറഞ്ഞ് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണല്ലോ ഇവിടെ ചാനലിൽ നിന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം ജാസ്മിനെ കണ്ടുകൂടാ, ജാസ്മിനെ ഇഷ്ടമല്ല, ജാസ്മിനെ അടിക്കാനായിട്ടുള്ള പരിപാടികൾ നടത്തുന്നത്. അതായത് അടിക്കുന്ന പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇല്ലാതാക്കുന്ന രീതി പല കാര്യങ്ങൾ ഇവൻ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ജാസ്മിൻ ഇവൻ്റെ ഒരു ഫ്രണ്ട് സർക്കിളിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ജാസ്മിനെ എതിരെ ആദ്യമേ സംസാരിച്ചിട്ടുള്ളത്. പക്ഷേ ജാസ്മിനെ ഇവനെ കണ്ടുകൂടാ എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങി. കാര്യം പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇരുന്ന് ഗൂഢാലോചന നടത്തുകയാണ് ജാസ്മിന് എതിരെ. അപ്പോൾ ജാസ്മിൻ ജയിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ബിക്കോസ് ഓഫ് ബിബി, അത്രേ ഉള്ളൂ. പിന്നെ ജാസ്മിന് പറ്റിയ ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞാൽ ആന മണ്ടത്തരം എന്ന് പറഞ്ഞാൽ കാതർക്കര കല്യാണത്തിന് ഞങ്ങൾ എല്ലാവരും കൂടെ ഗ്രൂപ്പായിട്ട് പോകാനായിട്ടിരുന്ന സമയത്ത്
ഇവനും ജാസ്മിനും തമ്മിൽ വന്ദേ ഭാരതിനകത്ത് ട്രെയിനിൽ ബുക്ക് ചെയ്യുന്നു. എന്നിട്ട് ലാസ്റ്റ് ടൈമിൽ ഞങ്ങളോട് പറയുന്നത് ഇവരും ജാസ്മിനും ഒരുമിച്ചാണ് പോകുന്നത്. ആ പോക്കാണ് ജാസ്മിൻ്റെ ലൈഫ് തന്നെ മറിച്ചത്. അഫ്സലിനെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വീഡിയോ ഇടാൻ വേണ്ടി വോയിസ് ക്ലിപ്പ് ചോദിച്ച് സംസാരിക്കുന്നത്. എന്നിട്ട് ലാലേട്ടൻ പറഞ്ഞു ഇവർ അച്ഛൻ ബ്ലോക്ക് വന്ന സമയത്ത് അത് അന്ന് തന്നെ പോയി അവരുടെ ജാസ്മിൻ്റെ അച്ഛൻ്റെ വീഡിയോ ഔട്ടാക്കിയത് അന്ന് തന്നെ ഇവൻ പോയി ഇൻ്റർവ്യൂ ചെയ്തിട്ടാണ്. എന്നെ വിളിച്ചായിരുന്നു, ഞാൻ പോയില്ല. അങ്ങനെ ഇവ പല ആളുകളുടെയും ഷഹീന വീഡിയോ ആണെങ്കിലും ജാസ്മിൻ ആണെങ്കിലും റോബിൻ ദാസ് ആണെങ്കിലും ഇങ്ങനെ പല ആളുകളുടെയും കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലിട്ട് ഇപ്പോൾ സായി ആണെങ്കിൽ പോലും സായിയെ ഞാനെപ്പോഴും ഇവൻ വിളിക്കുമ്പോൾ മൊത്തം സായിയുടെ കുറ്റങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഞാനും അങ്ങോട്ട് സായിയുടെ കുറ്റങ്ങൾ പറഞ്ഞു തുടങ്ങാൻ തുടങ്ങി. കാര്യം പറഞ്ഞാൽ ഇവ എന്തൊക്കെ പറയുന്നതെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ സായി ഞാനും തമ്മിൽ ഭയങ്കര ക്ലോസാണ്. അപ്പോൾ ഈ സായിയുടെ കുറ്റങ്ങൾ പറയാൻ വേണ്ടി എന്നെ വിളിക്കുന്നത്. എന്നിട്ട് സൗഹൃദങ്ങൾക്കിടയിലുള്ള ഈ പ്രശ്നം വളരെ നിസ്സാരമായി പരിഹരിക്കാമായിരുന്നു പരസ്പരം ഒന്ന് സംസാരിച്ചിരുന്നു എങ്കിൽ. രണ്ടുപേർക്കും വിട്ടുകൊടുക്കാനുള്ളൊരു ഇതില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ നീണ്ടു പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിവേ, നല്ല കാര്യം, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം പറഞ്ഞു തീർത്തല്ലോ. ഇനി എന്ത്? പലരും പറയുന്നത് കണക്ക് വിവി കുടുങ്ങുന്നത് ഒന്നുമില്ല. നാരദം ഇത്തരത്തിലുള്ള നാരദന്മാർ നമുക്കിടയിൽ എല്ലായിടത്തും ഉണ്ട്. അവനൊരു ക്യാരക്ടർ ഇല്ലാത്ത ഒരുത്തനാണെന്ന് എനിക്ക് പണ്ടേനെ മനസ്സിലായിരുന്നു. സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് അവൻ കാണിക്കുന്ന വൃത്തികെട്ട ഒരു ടേപ്പ് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, പക്ഷെ ഒന്നും പറയാനില്ല. ഈ കുട്ടി ലാസ്റ്റ് പറഞ്ഞൊരു കാര്യം മാത്രമാണ് എനിക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ളത്. തീർച്ചയായിട്ടും അമ്മ വാല്യൂഡ്. നമ്മളുടെ വളർപ്പ് ദോഷം അതുകൊണ്ടാണ് നമ്മൾ പലരോടും പെരുമാറുന്ന രീതി അങ്ങനെ ആയിപ്പോകുന്നത്. നല്ലൊരമ്മയ്ക്ക് പിറന്നാൽ ഒരാളെയും മോശം പറയാനോ ഒരാളെയും പോക്കൃത്തരങ്ങൾ ചെയ്യാനോ ഒരാളുടെയും ജീവിതം എടുത്തു വെച്ച് പന്താടാനോ ഒരാളുടെ നാശം കാണാനോ ആഗ്രഹിക്കുക പോലുമില്ല. നല്ലൊരമ്മയ്ക്ക് ജനിക്കണം, അച്ഛനല്ല, നല്ലൊരമ്മയ്ക്ക് ജനിക്കണം. ആ കുഞ്ഞിനെ ഇത്രയധികം നന്മയുള്ള ഒരാളാക്കി വളർത്തി വലുതാക്കിയതിൽ സത്യം പറഞ്ഞാൽ അമ്മയ്ക്ക് വലിയ റോളുണ്ട്. ആ അമ്മ പുണ്യം ചെയ്തതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മകനെ കിട്ടിയത്. ഈ രണ്ട് കുട്ടികളുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. മുൻപോട്ട് ഒരു കോംപ്രമൈസായി സന്തോഷത്തോടെ പോകട്ടെ. തെറ്റുകൾ ഒരുപാട് സംഭവിച്ചു. 1.5 വർഷം അനുഭവിച്ച പീഡനം, മാനസിക പീഡനം, സൈബർ ബുള്ളിയിങ് ഒക്കത്തിനൊരു പരിഹാരമാണെന്ന് വെച്ചാൽ ഒരിക്കലുമല്ല. പക്ഷെ മേൽക്കൊണ്ട് ഇതുപോലൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിയാക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി വിട്ടുകൊടുക്കരുത്. റിയാക്ട് ചെയ്യണം. നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുന്നിടത്ത് നമ്മൾ റിയാക്ട് ചെയ്യണം. ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ നമ്മളുടെ അവകാശമാണത്, അധികാരമാണത്. ചെയ്യണം. ചെയ്യാതിരുന്നാൽ നമ്മളൊരു ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് തന്നെ ദോഷമാണ്. സ്വന്തം വ്യക്തിത്വം, സ്വന്തം ഡെസിഗ്നേഷൻ, നിലപാടുകൾ ഇതൊക്കൊന്നും യോജിച്ച് വരാത്ത ഒരു സൗഹൃദവും കൂടെ വയ്ക്കരുത്. ഇപ്പോഴും എനിക്ക് റോബിനോട് പറയാനുള്ളത് ഈ സൗഹൃദത്തിനെ ഇതോടെ കട്ടാക്കിക്കോ, മതി. ഇനി കൂടെ കൊണ്ടു കിടക്കരുത്. കാരണം ഒരിക്കൽ ചതിച്ചവന് ആ അറപ്പ് മാറിയിട്ടുണ്ടാകും. എത്ര നല്ല മകനായാലും എന്ത് തന്നെ ആയിരുന്നാലും അവൻ ഇനിയും ചതിക്കും. ഒരു കാര്യം കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. പരസ്പരം പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളാണെങ്കിൽ പറഞ്ഞ് തന്നെ തീർക്കുകയും ചെയ്യാം. പക്ഷേ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്ത് ഒരാളെ ദ്രോഹിക്കണമെന്നൊരുത്തും ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കലും അവനെ പിന്നെ വിശ്വസിക്കരുത്, അവനെ കൂടെ നിർത്തരുത്. ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം ഇതാണ്. വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.